ഹിജാബ് മതപരമാണ്, അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമത്തിനെതിരെ വരുന്ന അതുപോലത്തെ എല്ലാ നിയമങ്ങൾക്കെതിരെയും വരുന്ന എല്ലാ വിപത്തുകൾക്കെതിരെയും ഞങ്ങൾ സമരരംഗത്തുണ്ടാകും. ശ്രീരംഗ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരന്റെ തോക്കിനുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ട നെഞ്ചിലേറ്റുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താന്റെ പിൻതലമുറക്കാരാണ് ഇവിടെ സംസാരിക്കുന്നത്. മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് ബഹുമാനീയനായ തൊടിയൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയ ബഹുമാനീയനായ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിൻതലമുറക്കാരാണ്. നിങ്ങൾ ഏതെങ്കിലും ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് പേര് വെട്ടി മാറ്റിയത് കൊണ്ടോ നിങ്ങളുടെ ചരിത്ര ഗവേഷണ കൗൺസിലുകൾ അവരെ ഒഴിവാക്കിയത് കൊണ്ടോ ഈ രാജ്യത്തു നിന്ന് അവർ ഒഴിവാക്കി പോകുന്നില്ല. ഈ രാജ്യത്തിന്റെ മണ്ണിലും മരത്തിലും തൂണിലും തുരുമ്പിലും ധീരരക്ഷസാക്ഷികളുടെ ആത്മാവ് ഞങ്ങൾക്ക് പ്രചോദനമായി കടന്നു വരുന്നുണ്ട്. കോയമ്പത്തൂർ പണിഷ്മെന്റ് ജയിലിന്റെ ഉള്ളിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എരിഞ്ഞമർന്ന ആലിമുസ്ലിയാരുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. RSSകാരന്റെ വെട്ടേറ്റുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഷഹീദായ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വീരപുത്രനായ ഷഹീദ് അലവിക്കുഞ്ഞു മൗലവിയുടെ ബഹുമാന്യനായ പണ്ഡിതന്റെ പിൻതലമുറക്കാരായ ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾ ഓടുപൊളിച്ചു വന്നവരല്ല. ഞങ്ങൾ ഏതെങ്കിലും രാജ്യത്തു നിന്ന് ഈ രാജ്യത്തിലേക്ക് അക്രമത്തിലൂടെ കടന്നു വന്നവരല്ല. ഞങ്ങൾ വന്നത് 11 പേർ മാത്രമാണ്. ആ 11 പേർ ആയുധങ്ങളുമായി വന്നവരല്ല. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുവാൻ വന്ന വൈദേശികാധിപത്യത്തിന് കടന്നു വന്നവരല്ല. സാമ്രാജ്യത്വം സ്ഥാപിക്കുവാൻ വേണ്ടി കടന്നു വന്നവരല്ല. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ 58ാമത്തെ വയസ്സിൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ അയ്യുഹന്നാസ് എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ദിവസം തന്നെ AD 629 കൊടുങ്ങല്ലൂരിലെ ബഹുമാനപ്പെട്ട ചേരമാൻ ജുമാ മസ്ജിദിന്റെ ഉള്ളിൽ നിന്ന് അയ്യുഹന്നാസ് എന്ന് വിളിച്ചു പറയുവാൻ അവസരം നൽകിയ ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധന സംഘത്തിന്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ മുൻ തലമുറക്കാരായ ആളുകളോ ഈ രാജ്യത്ത് ജാതി വിവേചനത്തിന്റെ പേരിൽ, വർണ്ണ വിവേചനത്തിന്റെ പേരിൽ നിങ്ങൾ ആളുകളെ കറുത്തവരായി, അധസ്ഥിതരായി, ദളിതരായി ജീവിക്കുവാനുള്ള അവകാശമില്ലാതെ, വഴി നടക്കുവാനുള്ള അവകാശമില്ലാതെ, വേദം പഠിക്കുന്നവന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴുക്കിക്കൊണ്ട് നിങ്ങൾ ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ വഴിയിലൂടെ നടക്കുന്നവന്റെ മുന്നിലൂടെ തമ്പ്രാക്കന്മാർ കടന്നു വരുമ്പോൾ മനുഷ്യനാണ് എതിരെ വരുന്നത് എന്നുള്ള പരിഗണന നൽകാതെ അവന്റെ ശരീരത്തിന്റെ നിറം കറുത്തുപോയതിന്റെ പേരിൽ, പുലേക്കുടിൽ ജനിച്ചതിന്റെ പേരിൽ, ഈടവ വീട്ടിൽ ജനിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ സവർണ മേധാധിപത്യത്തിന്റെ ഇവിടുത്തെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടങ്ങളുടെ മതപരിവർത്തനത്തിന്റെ പിൻഗാമികളാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. 20 കോടിയോളം മുസ്ലിമീങ്ങൾ 11 നിന്ന് 20 കോടിയിലേക്ക് എത്തിയെങ്കിൽ, കേവലം വിരലിലെണ്ണാവുന്ന 11 നിന്ന് 20 കോടിയിലേക്ക് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എത്തിയെങ്കിൽ, നിങ്ങൾ ഇവിടെ സൃഷ്ടിച്ച ജാതി വ്യവസ്ഥ